ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൂളും ബീഫും എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ബീഫ് കറി വെക്കുന്നതിലൊക്കെ നമ്മൾ മല്ലിപ്പൊടി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ബീഫും പൂളൊക്കെ വെക്കുമ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാൽ. അപ്പം നമ്മൾ 4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മസാലപ്പൊടികളൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് തന്നെയാണ്. അപ്പം നമ്മൾ ഗരം മസാല ആയാലും ചിക്കൻ മസാല ആയാലും ഒക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയുള്ളി, ചെറിയുള്ളി ഇവ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചതച്ചതും ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൊലി കളയാത്ത വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവ കഴുകിയിട്ട് ഉലുവ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുത്തി ചതച്ചിടുമ്പോഴാണ് വെളുത്തുള്ളിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ഇറച്ചിക്കറി വെക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മസാലകളൊക്കെയും ഈ ഉള്ളിയും തക്കാളിയിലൊക്കെ നല്ല ഒന്ന് തിരുമ്പി കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒന്നും കൂടി നമ്മളിതിൽ കുഴച്ചെടുക്കണം. ഇത് പൂളയും ബീഫും വെക്കുമ്പോൾ എല്ലാമാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് എല്ല് കുറഞ്ഞ വിലക്കന്നെ വാങ്ങാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് നമ്മൾ പൂള വെക്കുമ്പോൾ. ഈ ബീഫിൻ്റെ എല്ല് വെച്ചിട്ട് നമ്മൾ പൂള ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് പൂളാന്ന് പറയാൻ പറ്റില്ല, കപ്പ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കുഴച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വേവുന്ന സമയത്തുകൊണ്ട് നമുക്ക് പൂളൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ കപ്പ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.